നമസ്കാരം സുഹൃത്തുക്കളെ, എന്റെ പേര് അശ്വതി. വെൽക്കം ടു ഹർഷിതം എഡ്യൂടെക്. ഈ വരുന്ന ഏപ്രിൽ മാസം 18-ാം തീയതി അസിസ്റ്റന്റ് പ്രിസൺ ഓഫീസറിന്റെ പരീക്ഷ ആർക്കൊക്കെ ഉണ്ട് ഒന്ന് എസ് എന്ന് താഴെ പറഞ്ഞേക്കാവോ? അപ്പൊ ഒരുപാട് പേര് അസിസ്റ്റന്റ് പ്രിസൺ ഓഫീസറുമായി ബന്ധപ്പെട്ട ചോദ്യ പേപ്പറുകൾ ഒന്ന് ചെയ്തു തരാമോ, ഇനി നോക്കാൻ സമയമില്ല അതുകൊണ്ട് മാഡം ഒന്ന് പെട്ടെന്ന് ചെയ്തു തരാമോ എന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ PSC ഏറ്റവും റീസെന്റ് ആയിട്ട് നടത്തിയ വിമൻ അസിസ്റ്റന്റ് പ്രിസൺ ഓഫീസറിന്റെ ചോദ്യ പേപ്പറാണ്. 2026 നടത്തിയ ചോദ്യ പേപ്പറാണ്. അപ്പൊ അതൊന്ന് നമുക്ക് ഡിസ്കസ് ചെയ്താലോ? ഇത് നിങ്ങൾക്കൊരു ബ്ലൂ പ്രിന്റ് ആയിട്ട് എടുക്കാൻ പറ്റിയ ചോദ്യ പേപ്പറാണ്. പരീക്ഷ എഴുതുന്ന എല്ലാ ഫ്രണ്ട്സിനും ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുത്തേക്കാം. കൂടാതെ ചാനൽ ആദ്യമായിട്ട് ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തും കൂടി ഒന്ന് സപ്പോർട്ട് ചെയ്യണേ. സ്റ്റാർട്ട് ചെയ്യാം. ആദ്യത്തെ ചോദ്യം, താഴെ കൊടുത്തിരിക്കുന്നവയിൽ ചട്ടമ്പിസ്വാമികളുടെ കൃതികൾ ഏതെല്ലാമാണ്? ഇവിടെ തന്നിരിക്കുന്നതില് പ്രാചീന മലയാളം, ആദിഭാഷ എന്നിവയാണ് ചട്ടമ്പിസ്വാമികളുടെ കൃതികൾ. ബാക്കി ഓപ്ഷൻ നോക്കൂ. ആത്മോപദേശ ശതകം ആരുടേതാണ്? ശ്രീനാരായണ ഗുരു. ആദിഭാഷ ചട്ടമ്പിസ്വാമിയാണ്. വേദാധികാര നിരൂപണം ചട്ടമ്പിസ്വാമിയാണ്. എന്നാൽ അഖിലത്തിരുട്ട് ആരുടേതാണ്? വൈകുണ്ഠസ്വാമികളുടേതാണ്. അടുത്ത ചോദ്യം, മലബാർ ജില്ലാ കോൺഗ്രസിന്റെ പ്രഥമ സമ്മേളനം 1916 പാലക്കാട് വെച്ച് നടന്നപ്പോൾ അധ്യക്ഷത വഹിച്ചത് ആരാണ്? ആനി ബസന്റ് ആണ്. ആനി ബസന്റ്. ഇന്ത്യയുടെ നിലവിലെ വിദേശകാര്യ സെക്രട്ടറി ആരാ? വിക്രം മിശ്രിയാണ്. വിക്രം മിശ്രി. 1904 ഗാന്ധിജി ഡർബനിൽ നിന്നും ആരംഭിച്ച പത്രം ഏതാണ്? ഇന്ത്യൻ ഒപ്പീനിയൻ ആണ്. ഇന്ത്യൻ ഒപ്പീനിയൻ. താഴെ കൊടുത്തിരിക്കുന്ന സംഭവങ്ങളെ അവ നടന്ന വർഷവുമായി ചേരുംപടി ചേർക്കുക. ബോസ്റ്റൺ ടീ പാർട്ടി നടന്നതെന്ന 1773. അമേരിക്കൻ കോണ്ടിനെന്റൽ കോൺഗ്രസിന്റെ സ്വാതന്ത്ര്യ പ്രഖ്യാപനം 1776. പാരീസ് ഉടമ്പടി 1783. ടെന്നീസ് കോർട്ട് പ്രതിജ്ഞ 1789. ഓപ്ഷൻ എ ആണ് ഉത്തരം. ഇന്ത്യ ഐക്യരാഷ്ട്ര സഭയിൽ അംഗമായത് എപ്പോഴാ? 1945 ഒക്ടോബർ മാസം 30-നാണ് ഇന്ത്യ ഐക്യരാഷ്ട്ര സഭയിൽ അംഗമായത്. ലോകത്തിലെ ഏറ്റവും ഉയരം കൂടിയ റെയിൽവേ ആർച്ച് ബ്രിഡ്ജ്, അതായത് റെയിൽവേ കമാന പാലം ഏത് നദിക്ക് മുകളിലാണ് സ്ഥിതി ചെയ്യുന്നത്? ചെനാബ് നദിക്ക് മുകളിലാണ്. ഏറ്റവും കൂടുതൽ ജലബാഷ്പം അടങ്ങിയിരിക്കുന്ന അന്തരീക്ഷ മണ്ഡലം ഏതാണ്? ട്രോപ്പോസ്ഫിയർ ആണ്. ട്രോപ്പോസ്ഫിയർ. ഇന്ത്യയിലെ ഏറ്റവും നീളം കൂടിയ ദേശീയ പാത ഏത്? ഇന്ത്യയിലെ ഏറ്റവും നീളം കൂടിയ ദേശീയപാത NH44 ആണ്. NH44. ദോഡാബെട്ട കൊടുമുടി സ്ഥിതി ചെയ്യുന്ന പർവ്വത നിര നീലഗിരി കുന്നുകളിലാണ് ദോഡാബെട്ട കൊടുമുടി സ്ഥിതി ചെയ്യുന്നത്. ഗോൾഡൻ ഫൈബർ എന്നറിയപ്പെടുന്നത് ഏതാണ്? ചണമാണ് ഗോൾഡൻ ഫൈബർ എന്നറിയപ്പെടുന്നത്. പരുത്തി ഏതു പേരിൽ അറിയപ്പെടുന്നു? യൂണിവേഴ്സൽ ഫൈബർ എന്ന പേരിൽ അറിയപ്പെടുന്നു. ജോഗ് വെള്ളച്ചാട്ടം ഏത് നദിയിലാണ്? ശരാവതി നദിയിലാണ് ജോഗ് ഫോൾസ് സ്ഥിതി ചെയ്യുന്നത്. ഇടയ്ക്കൊരു കാര്യം പറഞ്ഞോട്ടെ, ഏപ്രിൽ മാസം 6-ാം തീയതി നമ്മുടെ ഹർഷിതം എഡ്യൂടെക് ആപ്പിൽ LGSന്റെ പുതിയ ബാച്ച് ക്ലാസ് ആരംഭിക്കുകയാണ്. പ്രിന്റ് എടുക്കാൻ പറ്റുന്ന PDF നോട്ട് ഉൾപ്പെടെയാണ് ക്ലാസ്സുകൾ ഞാൻ അറേഞ്ച് ചെയ്യുന്നത്. 2027 ഡിസംബർ വരെ വാലിഡിറ്റി ഉള്ള കോഴ്സാണ്. സ്റ്റഡി പ്ലാൻ അനുസരിച്ച്, അതായത് ടൈം ടേബിൾ അനുസരിച്ച് പോകുന്ന ക്ലാസ് ആണ്. തിങ്കൾ മുതൽ വെള്ളി വരെയാണ് നിങ്ങൾക്ക് പഠിക്കാനുള്ള പോർഷൻസ് വരുന്നത്. ഒരു ദിവസം മാക്സിമം ഒരു 2 മണിക്കൂർ അല്ലെങ്കിൽ 2.5 മണിക്കൂർ മാത്രമേ പഠിക്കേണ്ടതായിട്ട് വരുന്നുള്ളൂ. കാരണം ജോലിക്ക് പോകുന്ന ആൾക്കാർ, അതുപോലെ വീട്ടമ്മമാര്, പിന്നെ സ്റ്റുഡൻസ്, പഠനത്തിൽ ഗ്യാപ്പ് വന്ന ആൾക്കാർ, ഇവർക്കൊക്കെ വേണ്ടിയിട്ട് സ്റ്റാർട്ട് ചെയ്യുന്ന ബാച്ചാണ്. അപ്പോൾ വിത്ത് എക്സാംസ് ആണ്. തിങ്കൾ മുതൽ വെള്ളി വരെ നിങ്ങൾ പഠിച്ച കാര്യങ്ങളുടെ റിവിഷൻ ആയിരിക്കും ശനി ഞായറും, ഞായറാഴ്ച പരീക്ഷ. ആ ഒരു രീതിയിലാണ്. അഡീഷണൽ ആയിട്ട് PSC പ്രീവിയസ് ക്വസ്റ്റ്യൻസ്, റിലേറ്റഡ് ഫാക്ട്സ് ആൻഡ് ഡിസ്കഷൻ ഉണ്ടായിരിക്കും. ഷോർട്ട് കറണ്ട് അഫയേഴ്സ്, മന്ത്ലി കറണ്ട് അഫയേഴ്സ്, അതുപോലെ പഴയ SCRT, പുതിയ SCRT ചാപ്റ്റർ വൈസ് ആയിട്ട് എല്ലാ കാര്യങ്ങളും ഉണ്ടായിരിക്കും കേട്ടോ. എന്റെ ഗൈഡൻസോട് കൂടി പോകുന്ന ബാച്ചാണ്. എത്രയും വേഗം തന്നെ നിങ്ങൾ അഡ്മിഷൻ എടുത്തോളൂ. ഇതൊരു മുതൽക്കൂട്ട് തന്നെ ആയിരിക്കും. 2027 LGS പരീക്ഷ നിങ്ങൾക്ക് ഉറപ്പായിട്ടും ക്രാക്ക് ചെയ്യാൻ പറ്റും. നമ്മുടെ കൂടെ തന്നെ കട്ടയ്ക്ക് നിൽക്കാം. ഓക്കെ, അപ്പൊ ആപ്പ് ഡൗൺലോഡ് ചെയ്തോളാം. ഹർഷിതം എഡ്യൂടെക് ആപ്പിലാണ് ക്ലാസ് വരുന്നത്. ഇനി ലിമിറ്റഡ് സീറ്റ്സ് മാത്രമേ ബാക്കിയുള്ളൂ. അപ്പൊ അറിയാത്തവരുണ്ടെങ്കിൽ എത്രയും വേഗം തന്നെ കോഴ്സ് പർച്ചേസ് ചെയ്തോളാം. 2 ഇൻസ്റ്റാൾമെന്റ് ആയിട്ട് ഫീസ് അടയ്ക്കാനും പറ്റും കേട്ടോ. ഐഫോണിലും ആൻഡ്രോയിഡ് ഫോണിലും കമ്പ്യൂട്ടറിലും ഒക്കെ നമ്മുടെ ആപ്പ് യൂസ് ചെയ്യാൻ പറ്റും. ലിങ്ക് ഞാൻ ഫസ്റ്റ് കമന്റിലും കൊടുത്തേക്കാം. ഇനി എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നമ്മുടെ ടെക്നിക്കൽ ടീമിന്റെ വാട്സ്ആപ്പ് നമ്പർ കൂടെ കൊടുത്തേക്കാം. അവരെ വാട്സ്ആപ്പിൽ ഡയറക്റ്റ് മെസ്സേജ് അയച്ച് ചോദിക്കാവുന്നതാണ് കേട്ടോ. ഫസ്റ്റ് കമന്റിൽ ഞാൻ പിൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. അടുത്ത ചോദ്യം നോക്കാം. താഴെ തന്നിരിക്കുന്ന പ്രസ്താവനകളിൽ പഞ്ചവത്സര പദ്ധതികളുമായി ബന്ധപ്പെട്ട് ശരിയായവ ഏതൊക്കെയാണ്? ഇവിടെ തന്നിരിക്കുന്ന 3 പ്രസ്താവനകളും ശരിയാണ്. സാമ്പത്തിക വളർച്ച, ആധുനികവൽക്കരണം, സ്വാശ്രയത്വം, സമത്വം എന്നിവ പഞ്ചവത്സര പദ്ധതികളുടെ ലക്ഷ്യങ്ങളാണ്. ഒന്നാം പഞ്ചവത്സര പദ്ധതിയുടെ കാലയളവ് 1951 മുതൽ 56 വരെ.
ഇന്ത്യയിൽ തന്നെ നിർമ്മിക്കാൻ കഴിയുന്ന വസ്തുക്കളുടെ ഇറക്കുമതി ഒഴിവാക്കിക്കൊണ്ടുള്ള സ്വാശ്രയത്വ സമീപനത്തിനാണ് ആദ്യ 7 ഇന്ത്യൻ പഞ്ചവത്സര പദ്ധതികൾ പ്രാധാന്യം നൽകിയത്. 3 ശരിയാണ്. താഴെ തന്നിരിക്കുന്ന പ്രസ്താവനകളിൽ PC മെഹലനോബിസ് എന്ന ശാസ്ത്രജ്ഞനുമായി ബന്ധപ്പെട്ട് ശരിയായത് ഏതൊക്കെ? കൽക്കട്ടയിൽ ഇന്ത്യൻ സ്റ്റാറ്റിസ്റ്റിക്കൽ ഇൻസ്റ്റിറ്റ്യൂട്ട് സ്ഥാപിക്കുകയും സാഖ്യ എന്ന ജേണൽ ആരംഭിക്കുകയും ചെയ്തു. ഇന്ത്യൻ ആസൂത്രണത്തിന്റെ ശില്പി എന്നറിയപ്പെടുന്നു. PC മെഹലനോബിസിന്റെ വികസന ആസൂത്രണ നയം 2ാം പഞ്ചവത്സര പദ്ധതിയിലാണ് മുന്നോട്ട് വെച്ചത്. ഇത് 3 ശരിയാണ്. താഴെ തന്നിരിക്കുന്ന പ്രസ്താവനകളിൽ പുത്തൻ സാമ്പത്തിക നയവുമായി ബന്ധപ്പെട്ട് ശരിയായവ ഏതൊക്കെയാണ്? ഇവിടെ തന്നിരിക്കുന്നതിൽ 2 പ്രസ്താവനകളാണ് ശരിയായിട്ടുള്ളത്. ലോകബാങ്കിന്റെയും IMFന്റെയും നിബന്ധനകൾ അംഗീകരിക്കുകയും അതിന്റെ അടിസ്ഥാനത്തിൽ പുത്തൻ സാമ്പത്തിക നയം പ്രഖ്യാപിക്കുകയും ചെയ്തു. ഉദാരവൽക്കരണം, സ്വകാര്യവൽക്കരണം, ആഗോളവൽക്കരണം എന്നിവ പുത്തൻ സാമ്പത്തിക നയത്തിന്റെ പ്രധാന ഭാഗങ്ങളാണ്. താഴെ തന്നിരിക്കുന്ന പ്രസ്താവനകളിൽ ഇന്ത്യയിലെ സ്വകാര്യവൽക്കരണ നയവുമായി ബന്ധപ്പെട്ട് ശരിയായവ ഏതൊക്കെയാണ്? സ്വകാര്യവൽക്കരണ നയവുമായി ബന്ധപ്പെട്ട ആദ്യത്തെ 2 പ്രസ്താവനകളാണ് ശരിയായിട്ടുള്ളത്. അതായത് 2, 3 ആണ്. പൊതുമേഖലാ സ്ഥാപനങ്ങളുടെ ഉടമസ്ഥാവകാശം, നിർവഹണ ചുമതല എന്നിവയിൽ നിന്നും ഗവൺമെന്റ് പിൻവാങ്ങുക. പൊതുമേഖലാ സ്ഥാപനങ്ങളുടെ ഓഹരികൾ ഭാഗികമായി സ്വകാര്യ മേഖലയ്ക്ക് വിൽക്കുക. അടുത്ത ചോദ്യം, ചെറുകിട വ്യവസായവുമായി ബന്ധപ്പെട്ട് താഴെ കൊടുത്തിരിക്കുന്നവയിൽ യോജിക്കാത്ത പ്രസ്താവന 4ാമത്തെ പ്രസ്താവനയാണ്. ബാക്കി 3ഉം യോജിക്കുന്നവയാണ്. അതിൽ ആദ്യത്തേത് എപ്പോഴും ചോദിക്കാറുണ്ട്. 1955 കാർവേ കമ്മിറ്റി രൂപീകരിച്ചത് എന്തിനു വേണ്ടിയിട്ടാണ്? ചെറുകിട വ്യവസായങ്ങളുടെ സാധ്യത എടുത്തു പറയാൻ വേണ്ടിയിട്ടാണ്. 1950 പരമാവധി 5 ലക്ഷം രൂപ വരെ നിക്ഷേപം നടത്തിയ യൂണിറ്റുകളെയാണ് ചെറുകിട വ്യവസായ യൂണിറ്റുകളായി പരിഗണിച്ചത്. ചെറുകിട വ്യവസായങ്ങൾ കൂടുതൽ തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കുന്നു. അടുത്ത ചോദ്യം, താഴെ പറയുന്നവരിൽ ആർക്കാണ് 2024 സാമ്പത്തിക ശാസ്ത്രത്തിന് നൊബേൽ പുരസ്കാരം ലഭിച്ചത്? സൈമൺ ജോൺസൺ ആണ്. ഇന്ത്യൻ ഭരണഘടനയിൽ എത്രാമത്തെ ആർട്ടിക്കിൾ പ്രകാരമാണ് പിന്നാക്ക വിഭാഗങ്ങൾക്ക് അനുകൂലമായ സംരക്ഷിത വിവേചനം നൽകിയിരിക്കുന്നത്? ആർട്ടിക്കിൾ 16(4). താഴെ തന്നിരിക്കുന്നതിൽ റിട്ടുകളും ലക്ഷ്യങ്ങളുമാണ് തന്നിരിക്കുന്നത്. തെറ്റായത് കണ്ടെത്താനാണ് പറഞ്ഞിരിക്കുന്നത്. തെറ്റായത് സെർഷ്യോററി ആണ്. ഒരു കീഴ്ക്കോടതി അതിന്റെ അധികാര പരിധിക്ക് അപ്പുറമുള്ള ഒരു കേസ് പരിഗണിക്കുമ്പോൾ അതല്ലല്ലോ സെർഷ്യോററി. എന്താണ് സെർഷ്യോററി? ഉയർന്ന കോടതികൾ കീഴ്ക്കോടതികളുടെയോ ട്രൈബ്യൂണലുകളുടെയോ നിയമവിരുദ്ധമായ ഉത്തരവുകൾ റദ്ദാക്കാനും രേഖകൾ പരിശോധിക്കാനും വേണ്ടിയിട്ട് നടത്തുന്ന റിട്ടാണ് സെർഷ്യോററി എന്നാൽ. അടുത്ത ചോദ്യം, ഭരണഘടനാ അസംബ്ലിയിൽ ഇവരിൽ ആരാണ് ലക്ഷ്യപ്രമേയം അവതരിപ്പിച്ചത്? ആരാണ്? ജവഹർലാൽ നെഹ്റു ആണ്. ജവഹർലാൽ നെഹ്റു. ഇവയിൽ ദ്വിമണ്ഡല നിയമസഭകളുള്ള സംസ്ഥാനങ്ങൾ ഏതെല്ലാമാണ്? ഉത്തർപ്രദേശും തെലങ്കാനയുമാണ്. ഉത്തർപ്രദേശും തെലങ്കാനയും. അടുത്ത ചോദ്യത്തിലേക്ക് പോകാം. തദ്ദേശ ഭരണ സ്ഥാപനങ്ങൾക്ക് ഭരണഘടനാപരമായ അംഗീകാരം ശുപാർശ ചെയ്ത കമ്മിറ്റി ഏതാണ്? PK തുങ്കൻ കമ്മിറ്റിയാണ്. ആർട്ടിക്കിൾ 19 അതായത് സ്വാതന്ത്ര്യത്തിനുള്ള അവകാശ പ്രകാരം എത്ര അവകാശങ്ങളാണ് ഉറപ്പു നൽകിയിട്ടുള്ളത്? 6 അവകാശങ്ങളാണ്. ഒരു ഇന്ത്യൻ പൗരന് എത്ര രീതിയിലാണ് അയാളുടെ പൗരത്വം നഷ്ടപ്പെടുന്നത്? 3 രീതിയിലാണ് പൗരത്വം നഷ്ടപ്പെടുന്നത്. സാമൂഹിക സുരക്ഷയും സാമൂഹിക ഇൻഷുറൻസും താഴെ തന്നിരിക്കുന്നവയിൽ ഏത് വിഷയത്തിലാണ് ഉൾപ്പെടുന്നത്? കൺകറന്റ് ലിസ്റ്റിലാണ്. ABCD ഇവർ 4 പേരും സുഹൃത്തുക്കളാണ്. ഇതിൽ D മറ്റ് 3 പേരോടായി ചോദിച്ചു. ഇന്ത്യയിലെ ഇപ്പോഴത്തെ ദേശീയ മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ ആരാണ്? ABCD പേരുകൾ തന്നിട്ടുണ്ട്. ഇവരിൽ ആര് പറഞ്ഞതാണ് ശരി? B പറഞ്ഞതാണ് ശരി. ഗ്യാനേഷ് കുമാർ ആണ് ഇപ്പോഴത്തെ മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ. അടുത്ത ചോദ്യം, താഴെ പറയുന്നവയിൽ ഏതൊക്കെയാണ് ഒരു മുനിസിപ്പൽ കോർപ്പറേഷനിൽ അംഗമാകാൻ വേണ്ടി വരുന്ന അവശ്യ യോഗ്യതകൾ? ഏതൊക്കെയാണ്? ഇന്ത്യൻ പൗരനായിരിക്കണം, തെരഞ്ഞെടുക്കപ്പെടേണ്ട പ്രദേശത്തെ വോട്ടർ പട്ടികയിൽ പേര് ഉണ്ടായിരിക്കണം. താഴെ പറയുന്നവയിൽ ഏതൊക്കെയാണ് തദ്ദേശ സ്വയംഭരണ ഗവൺമെന്റുകളുമായി ബന്ധപ്പെട്ടിരിക്കുന്നത്? ഇവിടെ തന്നിരിക്കുന്നതില് ബൽവന്ത് റായ് കമ്മീഷൻ, അശോക് മേത്ത കമ്മീഷൻ, തുങ്കൻ കമ്മിറ്റി ഇത് 3ഉം ബന്ധപ്പെട്ടിട്ടുണ്ട്. സർക്കാരിയ കമ്മീഷൻ എന്നിവ രൂപീകരിച്ചത് കേന്ദ്ര സർക്കാർ ബന്ധങ്ങളെ കുറിച്ച് പഠിക്കാൻ വേണ്ടിയിട്ടാണ്. 2008 തണ്ണീർത്തട സംരക്ഷണ നിയമത്തിലെ പ്രധാന വ്യവസ്ഥകൾ ഏതൊക്കെയാണ്? നെൽവയലുകൾ നികത്തുന്നത് തടയുന്നു, തണ്ണീർത്തടങ്ങളുടെ ഉപയോഗത്തെ നിയന്ത്രിക്കുന്നു, നിയമത്തിലെ വ്യവസ്ഥകൾ അനുസരിക്കാത്തവർക്കെതിരെ നിയമ നടപടികൾ സ്വീകരിക്കുന്നു. ഈ തന്നിരിക്കുന്നതെല്ലാം ശരിയാണ്. രാഷ്ട്രീയ വയോശ്രീ യോജന പദ്ധതി താഴെ പറയുന്നവയിൽ ഏതുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? വയോ എന്ന് കേൾക്കുമ്പോൾ വയോജനങ്ങൾക്ക് വേണ്ടിയിട്ടാണെന്ന് മനസ്സിലാക്കുക. അപ്പോൾ വാർദ്ധക്യ സഹജമായ വൈകല്യങ്ങൾ അനുഭവിക്കുന്ന മുതിർന്ന പൗരന്മാർക്ക് സഹായകമായ ജീവിത ഉപകരണങ്ങൾ നൽകുന്ന സംബന്ധിച്ച പദ്ധതിയാണ് രാഷ്ട്രീയ വയോശ്രീ യോജന.
മനുഷ്യ ശരീരത്തിലെ ഏത് അവയവമാണ് പേസ് മേക്കർ എന്നറിയപ്പെടുന്നത്? സൈനോ ഏട്രിയൽ നോഡ്, SA നോഡാണ് പേസ് മേക്കർ എന്നറിയപ്പെടുന്നത്. സൂര്യപ്രകാശത്തിൽ നിന്നും ശരീരത്തിൽ സ്വയം നിർമ്മിക്കപ്പെടുന്ന ജീവകം ഏതാണ്? വിറ്റാമിൻ ഡി. പ്രകൃതിയിലെ സൂക്ഷ്മാണുക്കൾ ജൈവ വസ്തുക്കളെ വിഘടിപ്പിച്ച് മണ്ണിൽ ലയിക്കുന്ന പോഷകങ്ങൾ രൂപപ്പെടുത്തുന്ന പ്രക്രിയയ്ക്ക് പറയുന്ന പേര് എന്താണ്? വിഘടനം ആണ്. ഡോട്ട്സ് എന്ന ചികിത്സാ രീതി ഏത് രോഗവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ക്ഷയരോഗവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. കേരളത്തിൽ 30 വയസ്സിന് മുകളിലുള്ളവരുടെ ജീവിതശൈലി രോഗങ്ങൾ സ്ക്രീൻ ചെയ്യുന്നതിനായി ആശാപ്രവർത്തകർ ഉപയോഗിക്കുന്ന ആപ്ലിക്കേഷന്റെ പേരാണ് ശൈലി ആപ്ലിക്കേഷൻ. ശൈലി ഒരു വ്യക്തിയുടെ രോഗപ്രതിരോധ ശേഷിയെ നേരിട്ട് തകർക്കുകയും സെൽ മീഡിയേറ്റഡ് ഇമ്മ്യൂണിറ്റിയെ ബാധിക്കുകയും ചെയ്യുന്ന വൈറസ് HIV വൈറസ് ആണ്. HIV വൈറസ്. പ്രവർത്തനവും പ്രതിപ്രവർത്തനവും തമ്മിലുള്ള ബന്ധം എന്താണ്? രണ്ടും എതിർദിശയിലാണ്. രണ്ടും എതിർദിശ. ഫോട്ടോ ഇലക്ട്രിക് ഇഫക്റ്റിൽ പ്രകാശത്തിന്റെ തീവ്രത വർദ്ധിക്കുമ്പോൾ എന്ത് സംഭവിക്കുന്നു? ഉത്സർജിക്കപ്പെടുന്ന ഇലക്ട്രോണുകളുടെ എണ്ണം കൂടുന്നു. ഭൂമിയുടെ ഉപരിതലത്തിൽ നിശ്ചലാവസ്ഥയിൽ ഇരിക്കുന്ന 10 കിലോഗ്രാം പിണ്ഡമുള്ള ഒരു വസ്തുവിന്റെ ഭാരം എത്രയാണ്? 9.8 ന്യൂട്ടൺ ഇൻറ്റു ഈ വാല്യൂ ചെയ്താൽ മതി. അപ്പൊ ഇവിടെ 9.8 അല്ല 10 ആയിട്ട് തന്നെ എടുക്കാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ 10 × 10 ചെയ്താൽ മതി. 100 ന്യൂട്ടൺ ആണ്. 100 ന്യൂട്ടൺ. 2025 ജോൺ ക്ലാർക്ക്, മൈക്കൽ ഡോവോഡട്ട്, ജോൺ മാർട്ടിനസ് എന്നിവർ നേടിയത് എന്ത് പുരസ്കാരമാണ്? നൊബേൽ സമ്മാനം ഭൗതിക ശാസ്ത്രത്തിൽ. ഹൈഡ്രജൻ ആറ്റത്തിന്റെ ഐസോടോപ്പുകളിൽ ഭൂമിയിൽ വളരെ കുറഞ്ഞ അളവിൽ കാണപ്പെടുന്നത് ഏതാണ്? ട്രിഷ്യമാണ്. ട്രിഷ്യം. താപനില സ്ഥിരമായിരിക്കുമ്പോൾ ഒരു നിശ്ചിത അളവ് വാതകത്തിന്റെ മർദ്ദം വ്യാപ്തത്തിന് വിപരീത അനുപാതത്തിലായിരിക്കും. ഈ പ്രസ്താവന ഏത് വാതക നിയമവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ബോയിൽ നിയമവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. ചുവടെ കൊടുത്തിരിക്കുന്ന ലവണങ്ങളിൽ ഏതിന്റെ ലവണ ലായനിയുടെ pH മൂല്യമാണ് 7-നേക്കാൾ കുറവ്? NH4Cl-ന്റേതാണ്. NH4Cl. 2025 രസതന്ത്ര നൊബേൽ സമ്മാനം ഏതിന്റെ കണ്ടുപിടുത്തത്തിനാണ് നൽകപ്പെട്ടത്? മെറ്റൽ ഓർഗാനിക് ഫ്രെയിംവർക്കിന്റെ കണ്ടുപിടുത്തത്തിനാണ് നൽകപ്പെട്ടത്. വിദ്യ കൊണ്ടറിയേണ്ടതറിയാതെ വിദ്വാൻ എന്ന് നടിക്കുന്നത് ചിലർ, കുങ്കുമത്തിന്റെ ഗന്ധമറിയാതെ കുങ്കുമം ചുമക്കും പോലെ ഗദർഭം. ഈ വരികൾ രചിച്ചത് ആര്? പൂന്താനം നമ്പൂതിരിയാണ്. കേരളത്തിലെ മികച്ച കായിക താരത്തിനുള്ള 37ാമത് ജിമ്മി ജോർജ് ഫൗണ്ടേഷൻ പുരസ്കാരത്തിന് അർഹനായ അർജുന അവാർഡ് ജേതാവ് കൂടിയായ കായിക താരമാര്? എൽദോസ് പോൾ. കേരള ഫോക്ലോർ അക്കാദമിയുടെ ആസ്ഥാനം എവിടെ സ്ഥിതി ചെയ്യുന്നു? ചിറക്കൽ, കണ്ണൂർ. തപ്പുകൊട്ടി, മേളമൊരുക്കി, താളവടിവിൽ താവടി തുള്ളി, പുലവൃത്തമാടി, വിനോദ ഭാഷണങ്ങളിലൂടെ പൊട്ടിച്ചിരി വിടർത്തി, അടവി തുള്ളി, കോലം തുള്ളലിലേക്ക്, കവുങ്ങിൻ പാളയിലാണ് കോലങ്ങൾ. ഏത് അനുഷ്ഠാന കലാരൂപത്തെ കുറിച്ചുള്ളതാണ് ഈ വിവരണം? പടയണിയാണ്. പടയണി. മലയാളത്തിലെ പ്രശസ്തരായ ചില ആട്ടക്കഥാകൃത്തുക്കളെയും അവരുടെ ആട്ടക്കഥകളെയും ചുവടെ കൊടുക്കുന്നു. ഇവയിൽ ശരിയായി ചേർത്തിട്ടുള്ളത് ഏതൊക്കെയാണ്? കോട്ടയത്ത് തമ്പുരാൻ കല്യാണ സൗഗന്ധികം, ഉണ്ണായി വാര്യർ നളചരിതം. ഇത് രണ്ടുമാണ് ശരിയായിട്ടുള്ളത്. അടുത്തത് മാത്സ് ആൻഡ് മെന്റലബിലിറ്റി ആണ്. അപ്പോ ഇത് നിങ്ങളൊന്ന് ചെയ്തു നോക്കുക. എളുപ്പമുള്ള ക്വസ്റ്റ്യൻസ് ആണ്. മാത്സ് ആൻഡ് മെന്റലബിലിറ്റി അധികം കുഴപ്പിച്ചിട്ടൊന്നുമില്ല. 10 മാർക്കിനാണ്. ഇനി നമുക്ക് ഇംഗ്ലീഷിലേക്ക് പോകാം. ചൂസ് ദ അപ്രോപ്രിയേറ്റ് മീനിങ് ഓഫ് ദ ഇഡിയം ബ്ലൂ ബ്ലഡ്. ബ്ലൂ ബ്ലഡിന്റെ മീനിങ് എന്താണ്? ആൻ അരിസ്റ്റോക്രാറ്റ് ആണ്. ആൻ അരിസ്റ്റോക്രാറ്റ്. ഇഫ് ഐ ഹാഡ് നോൺ യു വെയർ ഇൻ ഹോസ്പിറ്റൽ ഐ ഡാഷ് യു. ഇഫ് ക്ലോസിൽ ഹാഡ് പ്ലസ് V3 വന്നാൽ മെയിൻ ക്ലോസിൽ വുഡ് ഹാവ് ഓർ ഷുഡ് ഹാവ് ഓർ മൈറ്റ് ഹാവ് പ്ലസ് V3 വേണം ചേർക്കാൻ. അപ്പൊ വുഡ് ഹാവ് V3, വുഡ് ഹാവ് വിസിറ്റഡ് യു. അതാണ് ഉത്തരം. ഫൈൻഡ് ഔട്ട് ദ കറക്റ്റ് ആൻസർ. ദിസ് ഈസ് ആൻ അച്ചീവ്മെന്റ് ഡാഷ് ഐ ആം പ്രൗഡ് ഓഫ് വിച്ച് ഐ ആം പ്രൗഡ് ആണ്. റിപ്പോർട്ട് ദ ഫോളോയിങ് സെന്റൻസ്. ഡോണ്ട് ടച്ച് മീ ഹി സെഡ് ടു ഹെർ. ഇതിനെങ്ങനെ റിപ്പോർട്ട് ചെയ്യും? ഹി ടോൾഡ് ഹെർ നോട്ട് ടു ടച്ച് ഹിം. ഡോണ്ട് ടച്ച് ഇമ്പറേറ്റീവ് അല്ലേ? അപ്പൊ നോട്ട് ടു ടച്ച് ഹിം ആണ് വരേണ്ടത്. The thunder gradually dash and its rumbling is heard far away beyond the village. Abates ആണ് ഉത്തരം. Identify the antonym of the underlined word. The company made an enormous profit last year. Enormousന്റെ ഓപ്പോസിറ്റ് എന്താണ്? Enormousന്റെ ഓപ്പോസിറ്റ് diminutive ആണ്. Identify the affirmative sentence. ഇവിടെ തന്നിരിക്കുന്നത് affirmative sentence ഏതാ? The boys do daring task എന്നതാണ്. Nobody knows the answer. ഇവിടെ ക്വസ്റ്റ്യൻ ടാഗ് എന്താണ്? നെഗറ്റീവ് സെന്റൻസ് ആണ്. അപ്പൊ പോസിറ്റീവ് ടാഗ് ആണ്. ഡൂ ദേ ആണ്. ഡൂ ദേ. നോസ്. നോസ് എന്ന് വെച്ചാൽ ഡസ് പ്ലസ് നോ ആണ്. പക്ഷേ നോബഡി വരുമ്പോൾ പ്രോനൗൺ ദേ ആണ് വരേണ്ടത്. അപ്പോൾ ദേയുടെ കൂടെ ഏതേ ചേർക്കാവൂ? ഡൂ എ ചേർക്കാവൂ. കറക്റ്റ്. ചൂസ് ദ കറക്റ്റ് വേർഡ്.
ഉത്തരം ഓപ്ഷൻ ബി ആണ്, സൈമൾട്ടേനിയസ്. SIMULTANEOUS. എ പേഴ്സൺ ഹു സ്റ്റഡീസ് സ്റ്റാർസ് ആൻഡ് ദ യൂണിവേഴ്സ്. ആരാണ്? ആസ്ട്രോണമർ ആണ്. അടുത്ത ചോദ്യം, ശരിയായ പദം മലയാളമാണ്. വൃഷ്ടി എന്നതാണ് ശരിയായ പദം. വൃഷ്ടി. സമൃദ്ധം എന്ന പദത്തിന്റെ വിപരീതം എന്താണ്? വിവൃതമാണ്. താഴെ പറയുന്നവയിൽ തെറ്റായ സ്ത്രീലിംഗ പുല്ലിംഗ ജോഡി. ലേഖകൻ, ലേഖക എന്നതാണ് തെറ്റായ സ്ത്രീലിംഗ പുല്ലിംഗ ജോഡി. ഒഴിച്ചുകൂടാനാവാത്തത് ഒറ്റപ്പദം. അത്യന്താപേക്ഷിതം. അത്യന്താപേക്ഷിതം. ചേർത്തെഴുതുക. ആ പ്ലസ് ആൾ. അയാൾ ആണ്, അയാൾ. താഴെ പറയുന്നവയിൽ അലിംഗ ബഹുവചനം. അലിംഗ ബഹുവചനം അല്ലാത്തത് ഏതാണ്? ആൺമക്കളാണ്. അത് സലിംഗ ബഹുവചനമാണ്. ലിംഗം പറയാൻ പറ്റും. ശരീരം എന്ന വാക്കിന്റെ ശരിയായ പര്യായ പദം. എല്ലാം ശരിയാണ്. ഗാത്രം, മേനി, കായം, വപുസ്സ, ആകൃതി, രൂപം. ചക്രശ്വാസം വലിക്കുക എന്ന ശൈലിയുടെ അർത്ഥം എന്താണ്? അത്യന്തികം വിഷമിക്കുക. പിരിച്ചെഴുതുക. അത്യന്തം. അധികം അന്തമാണ് അത്യന്തം. പ്രിയാമ്പിൾ ശരിയായ മലയാള പരിഭാഷ എന്താണ്? ആമുഖമാണ്. ആമുഖം. ഇനി പ്രിസൺ ഓഫീസറുമായി ബന്ധപ്പെട്ട സ്പെഷ്യൽ ടോപ്പിക് ആണ്. 20 മാർക്ക്. കേരളത്തിൽ അവസാനമായി വധശിക്ഷ നടപ്പിലാക്കിയ വർഷം 1991. കേരള സംസ്ഥാനം രൂപീകൃതമായതിനു ശേഷം ആരംഭിച്ച സെൻട്രൽ ജയിൽ താഴെ തന്നിരിക്കുന്നതിൽ ഏത് ജില്ലയിലാണ് സ്ഥിതി ചെയ്യുന്നത്? മലപ്പുറം ജില്ലയിലാണ്. മലപ്പുറം. കേരളത്തിൽ നിലവിൽ പുരുഷ തടവുകാർക്കായി എത്ര തുറന്ന ജയിലുകളാണുള്ളത്? 2 തുറന്ന ജയിലുകൾ. തടവ് ശിക്ഷ വിധിച്ച ഒരു തടവുകാരനെ ജില്ലാ ജയിലിൽ എത്ര കാലം പാർപ്പിക്കാവുന്നതാണ്? 6 മാസം. 6 മാസമാണ്. നിലവിലെ ജയിൽ വകുപ്പ് മേധാവി ആര്? ബൽറാം കുമാർ ഉപാധ്യായയാണ്. താഴെ പറയുന്നവയിൽ ശരിയായ പ്രസ്താവന. മനുഷ്യാവകാശങ്ങൾ ഭരണഘടനയും അന്താരാഷ്ട്ര ഉടമ്പടികളും ഉറപ്പു നൽകുന്നവയാണ്. കേരള സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷൻ രൂപീകൃതമായത് ഏത് നിയമപ്രകാരമാണ്? മനുഷ്യാവകാശ സംരക്ഷണ നിയമപ്രകാരം. താഴെ പറയുന്നവയിൽ ഏതാണ് മനുഷ്യാവകാശങ്ങളുടെ നിർവചനത്തിന്റെ പരിധിയിൽ ഉൾപ്പെടുന്നത്? വ്യക്തിയുടെ ജീവിതം, സ്വാതന്ത്ര്യം, സമത്വം, അന്തസ്സ്. സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷൻ ചെയർപേഴ്സന്റെയും അംഗങ്ങളുടെയും ഔദ്യോഗിക കാലാവധി എത്ര വർഷമാണ്? 3 വർഷം അല്ലെങ്കിൽ 70 വയസ്സ് തികയുന്നത് വരെയാണ്. ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ അംഗത്തെ കമ്മീഷനിൽ നിന്നും പുറത്താക്കാൻ അനുവദിക്കുന്നത് എപ്പോഴൊക്കെയാണ്? മുകളിൽ പറഞ്ഞവയെല്ലാം ശരിയാണ്. കമ്മീഷൻ അംഗം പാപ്പരായി പ്രഖ്യാപിക്കപ്പെടുന്നു. ആ കാലയളവിൽ പുറത്തുനിന്നുള്ള ശമ്പളമുള്ള ജോലിയിൽ ഏർപ്പെടുന്നു. അംഗം മാനസികമോ ശാരീരികമോ ആയ ബലഹീനത കാരണം അയോഗ്യനായി കണക്കാക്കപ്പെടുന്നു. അംഗത്തിന്റെ മാനസികാവസ്ഥ മോശമാണെങ്കിൽ ഒരു യോഗ്യതയുള്ള കോടതി അങ്ങനെ പ്രഖ്യാപിച്ചിട്ടുണ്ടെങ്കിൽ, അല്ലെങ്കിൽ അംഗം ധാർമ്മിക അരാജകത്വം ഉൾപ്പെടുന്ന ഒരു കുറ്റകൃത്യത്തിന് ശിക്ഷിക്കപ്പെടുന്നുവെങ്കിൽ. തന്നിരിക്കുന്ന എല്ലാം ശരിയാണ്. വിവരാവകാശ നിയമത്തിലെ ഏത് വകുപ്പ് വിവരങ്ങൾ വെളിപ്പെടുത്തുന്നതിൽ നിന്നും ഇളവ് നൽകുന്നു? വകുപ്പ് 8(1). വിവരാവകാശ നിയമത്തിലെ വകുപ്പ് 8(1) G പ്രകാരം ഏത് വിവരങ്ങൾ വെളിപ്പെടുത്തുന്നതിൽ നിന്നാണ് ഇളവ് അനുവദിക്കുന്നത്? വ്യക്തികളുടെ ജീവനും ശാരീരിക സുരക്ഷയും സംരക്ഷിക്കാൻ. ദേശീയ വിവരാവകാശ കമ്മീഷണർ നിയമനത്തിനുള്ള കമ്മിറ്റിയുടെ ചെയർമാനായിരിക്കുന്നത് ആരാണ്? പ്രധാനമന്ത്രിയാണ്. വിവരാവകാശ നിയമം വകുപ്പ് 9 പ്രകാരമുള്ള വിവരം നിരസിക്കൽ ഏത് തരത്തിലുള്ള പകർപ്പവകാശ ലംഘനത്തോടാണ് ബന്ധപ്പെട്ടിരിക്കുന്നത്? സ്വകാര്യ വ്യക്തിയുടെ പകർപ്പവകാശം. വിവരാവകാശ നിയമം 2005 പ്രകാരം വിവരം എന്നതിൽ ഉൾപ്പെടുന്നത് താഴെ പറയുന്നവയിൽ ഏതെല്ലാമാണ്? രേഖകൾ, ഇമെയിലുകൾ, സർക്കുലറുകൾ, ഓർഡറുകൾ, ലോഗ് ബുക്കുകൾ, പത്രക്കുറിപ്പുകൾ, റിപ്പോർട്ടുകൾ, സാമ്പിളുകൾ, ഇലക്ട്രോണിക് രൂപത്തിലുള്ള ഡേറ്റ മെറ്റീരിയൽ. തന്നിരിക്കുന്ന എല്ലാം ശരിയാണ്. ഫൈറ്റ് ഫോർ ഫ്ലൈറ്റ് റെസ്പോൺസ് എന്നത് ഏതുമായി കൂടുതൽ ബന്ധപ്പെട്ടിരിക്കുന്നു? മാനസിക സമ്മർദ്ദം. ഫ്രോയിഡിന്റെ സിദ്ധാന്തം അനുസരിച്ച് റിയാലിറ്റി പ്രിൻസിപ്പിൾ പ്രകാരം പ്രവർത്തിക്കുന്നത് ഏത് ഘടകമാണ്? ഈഗോയാണ്. ബുദ്ധി ബഹുമുഖ സിദ്ധാന്തത്തിൽ കൈനസ്തെറ്റിക് എന്നത് എന്താണ്? ഉത്തരം ശാരീരിക ചലനങ്ങൾ കഴിവോടെ നിർവഹിക്കൽ. ഉത്കണ്ഠയെ ഏറ്റവും ശരിയായി വിവരിക്കുന്നത് ഇതിൽ ഏത്? ഉത്കണ്ഠയെ ശരിയായി വിവരിക്കുന്നത് ഭയം, സംഘർഷം, ചിന്ത. അഭിപ്രേരണ എന്നത് എന്തിനെ കുറിച്ചാണ്? അഭിപ്രേരണ പ്രവർത്തിക്കാനുള്ള പ്രചോദനം. ഓക്കെ, അപ്പൊ ഇത്രയാണ് ഈ പരീക്ഷയ്ക്ക് ചോദിച്ച 100 ചോദ്യങ്ങൾ. അസിസ്റ്റന്റ് പ്രിസൺ ഓഫീസറിന്റെ സ്പെഷ്യൽ ബാച്ച് വേണമെന്നുണ്ടെങ്കിൽ, സ്പെഷ്യൽ ടോപ്പിക്സിന്റെ മാത്രം ബാച്ച് വേണമെന്നുണ്ടെങ്കിൽ നമ്മുടെ ഹർഷിതം എഡ്യൂടെക് ആപ്പിൽ അവൈലബിൾ ആണ്. വേണമെന്നുള്ളവർക്ക് എടുക്കാം. ഓടിച്ചൊന്ന് റിവിഷൻ അടിച്ചിട്ടും പോവാം കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ആവശ്യമുള്ള കോഴ്സുകളെല്ലാം ഹർഷിതം എഡ്യൂടെക് ആപ്പിൽ സ്റ്റോർ എന്ന് പറഞ്ഞ ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുമ്പോഴത്തേക്കും കിട്ടും. കയറി ചെക്ക് ചെയ്തോളാം. എല്ലാവർക്കും ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. മസ്റ്റ് ആയിട്ട് ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. അതുപോലെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നിങ്ങളുടെ ലൈക്ക് ഞാൻ പ്രതീക്ഷിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഓൾ ദി ബെസ്റ്റ് ഫോർ യുവർ എക്സാംസ്. ഗോഡ് ബ്ലസ് യു ഓൾ. അടുത്ത ക്ലാസ്സിൽ വീണ്ടും കാണാം. താങ്ക് യു.